സത്യത്തിൽ രതീഷിന്റെ ഗെയിമിൽ വീട്ടുകാർ വീണു എന്നാണ് ഈ ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്. ചിലപ്പോൾ ചിലരതിൽ നിന്ന് പുറത്ത് വന്നേക്കാം. ബട്ട് ഓൾമോസ്റ്റ് എല്ലാവരും രതീഷിന്റെ ഗെയിമിൽ വീണു. അത് കാരണം നമുക്ക് തന്നെ അറിയാം, കാണുന്ന ഓഡിയൻസിന് അറിയാം പുള്ളി കാണിച്ചു കൂട്ടുന്ന ഡ്രാമയാണ്, വെറുതെയാണ്, എല്ലാം നമുക്കറിയാം. പക്ഷേ ചരിത്രം ആവർത്തിക്കുന്നു എന്ന് പറയുന്ന പോലെ തമിഴ് ബിഗ് ബോസിലായിക്കോട്ടെ, മലയാളം ബിഗ് ബോസിലായിക്കോട്ടെ, ഈവൻ ഹിന്ദിയിലായിക്കോട്ടെ, ഇതുപോലെ ചിലർ വന്ന് വെറുപ്പിക്കും. തുടക്കത്തിൽ നമ്മൾ മലയാളത്തിൽ തന്നെ എത്രയോ കണ്ടതാണ്. വെറുപ്പീരെന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം വെറുപ്പീരായിരിക്കും. പക്ഷെ വെറുപ്പിച്ച് 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 അവരവരുടെ മാക്സിമം അങ്ങ് തുടക്കത്തിലേ പോകാം. അപ്പോൾ അവർ പോയാൽ ഏതുവരെ പോകുമെന്ന് നമുക്ക് ഓഡിയൻസിന് അറിയാം. എന്നാൽ തുടക്കത്തിൽ മര്യാദയ്ക്കൊക്കെ സേഫായിട്ട് നിന്ന് കളിക്കുന്ന ആൾക്കാർ പിന്നീട് എപ്പോഴെങ്കിലും അവരുടെ മാക്സിമം എക്സ്ട്രീമിലേക്ക് പോകുമ്പോൾ അത് ചിലപ്പോൾ ഓഡിയൻസിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ വരും. അങ്ങനെയാണ് പല സീസണുകളിൽ സംഭവിച്ചിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഈ സീസണിൽ ഇപ്പോൾ രതീഷ് കാണിച്ചു കൂട്ടുന്നതൊക്കെ ഡ്രാമയാണ്. പേഴ്സണലി ഇപ്പോൾ എനിക്കും അദ്ദേഹത്തിൻ്റെ ഗെയിം ഭയങ്കര ഇഷ്ടമൊന്നുമില്ല. പക്ഷെ കണ്ടന്റ് അവിടെ രതീഷിനെ ചുറ്റിപ്പറ്റിയാണ്. മുൻ സീസണുകളിൽ നമ്മൾ ഈ രാജാക്കന്മാരെന്ന് പറഞ്ഞ് കൊട്ടി ആഘോഷിച്ച പലരും വന്നിട്ടുണ്ടെങ്കിലും അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങേയറ്റം വെറുപ്പീരാണ്. ഇപ്പോൾ DFKയുടെ വേറൊരു വെർഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ വീട്ടിലുള്ള എല്ലാവരെയും എന്താ പറയുക, വെറുപ്പിച്ച് പണ്ടാരടക്കുന്ന ഒരു ഗെയിമാണത്. ശരിയാണ്, DFK വെച്ച് നോക്കുമ്പോൾ ഇവിടെ രതീഷിന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. DFK എന്ന് പറയുമ്പം ഭയങ്കരമായിട്ട് അങ്ങ് എക്സ്ട്രീം വയലൻസിലേക്കും പോകാൻ പറ്റുന്ന ആളാണ്. എക്സ്ട്രീം വയലൻസിലേക്ക് പോകും. ഇവിടെ രതീഷിനെ സംബന്ധിച്ചിടത്തോളം രതീഷ് അവസാനം ചിരിച്ച് കളിച്ച് കൂളാക്കി ആ വിഷയം അവിടെ അങ്ങ് വിടുകയാണ്. ഇപ്പൊ രതീഷിനെ ആൾക്കാർക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ തന്നെയും വലിയ കുഴപ്പമില്ല എന്നൊരു ആറ്റിറ്റ്യൂഡാണ്. അയാൾ പോയാൽ നമുക്ക് എന്താണെന്ന് വിചാരിക്കുമ്പോൾ തന്നെ അയാൾ പോയേ പറ്റൂ എന്ന് വിചാരിക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. അയാൾ ഉള്ളത് കൊണ്ട് ഒരു അനക്കമൊക്കെ ഉണ്ട്, എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് ഉണ്ടല്ലോ, അയാളും കൂടെ പോയാൽ ഷോകാവും എന്ന് വിചാരിക്കുന്നവരുണ്ട്. അപ്പൊ രതീഷ് ആക്ച്വലി അയാളുടെ ഫസ്റ്റ് സ്റ്റേജിൽ അല്ലെങ്കിൽ ഫസ്റ്റ് അയാളുടെ ലക്ഷ്യം അയാൾ 3-4 ദിവസത്തിനുള്ളിൽ അയാൾ സക്സസ് ആയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു ഗെയിം പ്ലാൻ വെച്ച് നോക്കുമ്പോൾ നോക്കൂ, ബിഗ് ബോസ് വീട്ടിലെ ഓരോ ക്യാമറയിലേക്ക് നമുക്ക് പോവാം. എവിടെ പോയാലും പ്രധാന ചർച്ചകളിൽ ഒന്ന് രതീഷാണ്. എവിടെ പോയാലും, പ്രത്യേകിച്ച് സിജോയും റോക്കിയും അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വിമൻ കണ്ടസ്റ്റൻസും ഒക്കെ അയാൾക്ക് അനാവശ്യമായ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ചെയ്യുന്നു. ആവശ്യമില്ലാത്ത സ്ക്രീൻ സ്പേസ് കൊടുക്കുകയാണ്. അത് കാരണം പുള്ളി എന്ത് ചെയ്യാണ്, പുള്ളി ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുകയാണ്. ഇതിനകത്ത് വേറെ പ്രശ്നം, നമുക്ക് മറ്റ് കണ്ടസ്റ്റൻസിനൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇവർ സ്ക്രീൻ സ്പേസ് കൊടുത്തില്ല എന്ന് വെച്ചോ, ഇങ്ങനെ അങ്ങോട്ട് പോയി ഇടിച്ച് കയറി ഉണ്ടാക്കുകയാണ്. ചുമ്മാ ചൊറിഞ്ഞു 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 ചൊറിഞ്ഞ് കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റും. അതൊക്കെ ഓരോരുത്തരുടെ കഴിവാണ് കേട്ടോ. ഞാൻ അതിനെ അങ്ങനെ തന്നെയാണ് കാണുന്നത്. ഇത് ബിഗ് ബോസ് ആണ്. അവിടെ സർവൈവ് ചെയ്യുക എന്ന് പറയുന്നത് രതീഷിനെ പോലെയുള്ളവരോടൊപ്പം നിന്ന് സർവൈവ് ചെയ്യുക എന്നത് കൂടിയാണ് ഗെയിം. രതീഷിനെ എങ്ങനെ അവർക്ക് അതിജീവിക്കാൻ പറ്റും? എന്നിട്ടല്ലേ ബിഗ് ബോസ് വീടും ബിഗ് ബോസും ഒക്കെ. അവിടെ അവർക്ക് രതീഷിനെ അതിജീവിക്കാൻ പറ്റുന്നില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ മുഖത്ത് നോക്കി നീ മരപ്പട്ടിയാണെന്ന് പറഞ്ഞാൽ മരപ്പട്ടി മാത്രമല്ലടാ, ഞാൻ തെണ്ടിയും കൂടെ ആണടാ എന്ന് പറയുന്ന ആളാണ് രതീഷ്. ഇന്നിപ്പോൾ റോക്കി പറഞ്ഞു, നാണോ ഇല്ലല്ലോടാ നിനക്ക് അകത്ത് കയറി വീണ്ടും നീ ഒരു ഉളുപ്പില്ലാതെ വന്നല്ലോടാ മരപ്പട്ടി എന്നൊക്കെ വിളിച്ചപ്പോൾ മരപ്പട്ടി മാത്രമല്ലടാ ഞാൻ തെണ്ടിയും കൂടെ ആണടാ എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ്. വേറൊരു കോമഡി, നീ ക്വിറ്റ് ചെയ്ത് പോയിട്ട് ഒരു ഉളുപ്പില്ലാതെ കയറി വന്നല്ലോ എന്ന് അവിടെ അകത്തുള്ളവർ പറഞ്ഞപ്പോൾ രതീഷിന്റെ മറുപടി എന്ന് പറയുന്നത്, എടാ എനിക്ക് ഉളുപ്പില്ല, സമ്മതിച്ചു, എടാ എന്നെ പോലെ ഇതുപോലെ ധൈര്യത്തോടെ ക്വിറ്റ് ചെയ്ത് പോകാമെന്ന് പറയാൻ നിനക്ക് ആർക്കും ഇവിടെ പറ്റൂടാ. ഞാൻ ഇതുപോലെ പെട്ടി എടുത്ത് പോയതുപോലെ ക്വിറ്റ് ചെയ്ത് പോകാനുള്ള ധൈര്യം നിങ്ങളിൽ എത്ര പേർക്കുണ്ടാ? നീയൊക്കെ പോയി കാണിക്കടാ. നീയൊക്കെ പോയി അപ്പോൾ ബിഗ് ബോസ് തുറന്നു വിടും നിന്നെ വെളിയിലോട്ട്. ഞാൻ കണ്ടോ പോയിരുന്നിട്ട് ബിഗ് ബോസ് എന്നെ വിട്ടില്ലടാ, അതിന്റെ അർത്ഥം ബിഗ് ബോസിന് എന്നെ ഇവിടെ വേണമിടാ എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങൾ പുള്ളിക്ക് ഫേവറബിളായിട്ട് അല്ലെങ്കിൽ അനുകൂലമായിട്ട് കൊണ്ടുവരാനായിട്ട് അങ്ങനെയൊക്കെ ഒരു കഴിവുണ്ട്. പുള്ളി ഇതാണ് അവിടെ കാണിച്ചു കൂട്ടുന്നത്. ഈ പുള്ളിയുടെ ഒരു ഗെയിം ശരിക്കും പറഞ്ഞാൽ ഇറിറ്റേറ്റിംഗ് ആണ്, നമുക്ക് ഭയങ്കരമായിട്ട് വെറുപ്പീരായിട്ട് തോന്നും ഒക്കെ ആണെങ്കിലും പുള്ളി സീസണിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടറായി മാറിക്കഴിഞ്ഞു. ഓരോ സീസൺ നിങ്ങൾ എടുത്ത് നോക്കൂ, ഓരോ സീസണിലും വെറുപ്പിച്ചിട്ടുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ തന്നെ ആ സീസണിൽ അവർ വളരെ പ്രധാനപ്പെട്ട എന്തെങ്കിലുമൊക്കെ ആയി തീർന്നിട്ടുണ്ട്. ഒരാൾ മാത്രമായിരിക്കില്ല. ഇപ്പോൾ ഈ സീസണിൽ എനിക്ക് തോന്നുന്നുള്ള ഒരു വൺ മാൻ ഷോ ആയിരിക്കുമെന്ന്. കാരണം എല്ലാവരും എല്ലാം അറിയാവുന്ന ഒരു കണ്ടസ്റ്റൻസ് ആണ്. ഒരു 5 പേർക്കെങ്കിലും ഇത്തവണ ഈ സീസണിൽ ഒരുപോലെ ഓഡിയൻസിന്റെ സപ്പോർട്ട് നേടാനും രാജാവും റാണിയും ഒക്കെ ആകാനുള്ള ഒരു കപ്പാസിറ്റി കാണുന്നുണ്ട്. രതീഷിന് മാത്രമല്ല, സിജോയ്ക്കുണ്ട്, ഈ പറയുന്ന ജാസ്മിൻ ഉണ്ട്, അതുപോലെ ഈവൻ റോക്കി ആയിക്കോട്ടെ. ഇങ്ങനെ കളിക്കുന്ന കുറച്ച് പേര്, ഒരു 8-10 പേരുണ്ടല്ലോ. ഈ ശ്രീരേഖ ആയിക്കോട്ടെ, അവരൊക്കെ തന്നെ അവരുടേതായ കാലിബർ ഉള്ള കണ്ടസ്റ്റൻസ് ആണ്. അപ്പോൾ ഇവർക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാനും കയറി വരാനും ഒക്കെ ഉള്ള എല്ലാ സാധ്യതകളും ഈ സീസണിലുണ്ട്. അപ്പോൾ അവിടെ തുടക്കത്തിൽ രതീഷ് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാത്രമല്ല രതീഷ് തെറ്റെന്ന് തോന്നുന്ന കാര്യങ്ങൾ വീട്ടിൽ സംഭവിക്കുമ്പോൾ അതിനെതിരെ വരുന്നുണ്ട്. ആരെയും പറയാനും സമ്മതിക്കുന്നില്ല. അപ്പോൾ ഒരു നോർമൽ ഓഡിയൻസിൻ്റെ ഇടയിൽ ഒരു അപ്പീൽ പുള്ളിക്ക് കിട്ടും. അപ്പോൾ രതീഷ് സത്യം പറഞ്ഞാൽ ഒരു ഗെയിം പ്ലാനുമായിട്ട് വന്നു. അതിൻ്റെ മാക്സിമം വെറുപ്പിക്കുന്ന രീതിയിൽ പുള്ളി അവിടെ അത് ഇംപ്ലിമെൻ്റ് ചെയ്തു. അത് ഫസ്റ്റ് ഘട്ടത്തിൽ അത് വിജയിച്ചിരിക്കുകയാണ്. ഫസ്റ്റ് വീക്കിൽ അത് വിജയിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ രതീഷിനെ നെക്സ്റ്റ് വീക്കിൽ പിടിച്ച് പുറത്താക്കിക്കോട്ടെ, എന്ത് ചെയ്താലും നമ്മൾ ഓഡിയൻസും ഇങ്ങനെ മറക്കാൻ പോകുന്നില്ല. അതാണ് പുള്ളിക്ക് കിട്ടിയ ഒരു അഡ്വാൻറ്റേജ്. അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ പുള്ളിയുടെ ഗെയിം സ്ട്രാറ്റജി മാറ്റും. അപ്പോഴാണ് കളി വീണ്ടും പുള്ളിക്ക് ഗുണം ചെയ്യാൻ പോകുന്ന കളിയിൽ.
അതാണ് എനിക്ക് തോന്നുന്നത് പുള്ളിയുടെ ഒരു പ്ലാനും. അപ്പോൾ എന്തായാലും രതീഷ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് ആയിട്ട് മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം.